നിഷ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവിടെ ഹസ്കറൊക്കെ അവസാനം ഈ ന്യായീകരിച്ച് മെഴുകുന്നല്ലോ. ഈ കേരളീയ സമൂഹത്തിന്റെ പൊതുബോധത്തെ ചോദ്യം ചെയ്ത് ദയവ് ചെയ്ത്. ഒരുപക്ഷെ അതിലെ ബുദ്ധിമുട്ടുകൊണ്ടാകാം പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോഴും അദ്ദേഹത്തിന്റെ അനുയായികൾ ഈ ചർച്ചയിലേക്ക് കടന്നു വരാത്തത്. കാരണം എന്ത് പറയാനാണ്, നമ്മളിത് ആരോടാണ് സംസാരിക്കുക? കേരളത്തിലെ ജനങ്ങളൊക്കെ ഇത്ര പമ്പര വിട്ടികളാണെന്നാണോ അസ്കറിനെ പോലുള്ളവർ കരുതുന്നത്? ഇവിടെ കൊടിസുനിയെ പോലെ കൊടും ക്രിമിനലുകൾ ഏതാണ്, CPM-മാർ ആരാണ് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം അവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ സഖാക്കളെ കണ്ടാൽ ക്രിമിനലായിട്ട് തോന്നും, ക്രിമിനലിനെ കണ്ടാൽ സഖാവായിട്ട് തോന്നും. കാരണം ഇവർ തമ്മിൽ ഈ ഒരു വ്യത്യാസം ഇപ്പോൾ കാണുന്നില്ല. ഞാനത് സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ നോക്കിയാൽ മാത്രമേ ക്രിമിനൽ ഏതാണ് സഖാവ് ഏതാണ് തിരിച്ചറിയാൻ കഴിയൂ. ആ രീതിയിലേക്ക് അവരങ്ങ് ഇഴി ചേർന്നിരിക്കുന്നു. അതൊക്കെ അവരുടെ കാര്യം. പക്ഷെ ഒന്നുണ്ട്, നമ്മളൊക്കെ ജീവിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ സ്വല്പമെങ്കിലും വിശ്വാസത്തിലെടുക്കണം. നമ്മൾ പെരിയ കൂട്ടക്കൊല കേസും അതിനകത്ത് സർക്കാർ കൊടുത്ത സഹായവും പാർട്ടി കൊടുത്ത സഹായവും ചർച്ച ചെയ്തിട്ട് 2 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. 3-ാം ദിവസത്തിലേക്കാണ് ഇപ്പോൾ പുതിയ വിവാദം വന്നിരിക്കുന്നത്. ഈ വിവാദം വരുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഹസ്കർ ഒരു അഭിഭാഷകനല്ലേ? ഒരു അഭിഭാഷകൻ വന്നിരുന്ന് പറയുകയാണ്, ഒരു കൊടും ക്രിമിനൽ ജയിലിൽ കിടന്നു, അയാൾ പരോളിലിറങ്ങിയപ്പോൾ നടത്തിയിട്ടുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ വേറെ, അദ്ദേഹം ജയിലിൽ കിടന്ന് നടത്തിയിട്ടുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ വേറെ, അയാൾ മാത്രമല്ല അയാളോടൊപ്പമുള്ള തടവുകാരുൾപ്പെടെ ഇവരൊക്കെ നടത്തിയതിനെ സംബന്ധിച്ച് ആരോപണം മാത്രമാണ്, അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. ജയിലിൽ കിടക്കുന്നവരെ സംബന്ധിച്ച് എന്ത് തെമ്മാടിത്തരവും കാണിക്കാം, എന്ത് തോന്നിവാസവും കാണിക്കാം, എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും നടത്താം. അവരെ അതിന്റെ പേരിൽ ഞങ്ങളാരും അല്ലല്ലോ കേസെടുത്തത്. ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് CPM ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തല്ലേ പല കേസുകളും എടുത്തിട്ടുള്ളത്. ആ കേസുകളൊക്കെ നിലനിൽക്കെ അവർക്ക് ഇത്തരക്കാർക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ പരോൾ കൊടുക്കുന്നത്? പരോൾ കൊടുക്കരുത് എന്ന് പോലീസ് കൃത്യം. കാരണം ഒരു പ്രതി അകത്ത് കിടന്നാൽ അല്ലെങ്കിൽ ഒരു ശിക്ഷിക്കപ്പെട്ടയാൾ അകത്ത് കിടന്നാൽ അദ്ദേഹം പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് പൊതുസമൂഹത്തിന് ഉണ്ടാക്കുമോ? ഇപ്പോ തടവറ എന്ന് പറഞ്ഞാൽ ഇതാ അങ്ങ് മൊത്തം പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തെ അങ്ങ് ശുദ്ധീകരിച്ച് നാളെ രാവിലെ ഇറക്കാൻ പോവാ. അങ്ങനെ ഇറങ്ങുന്നവരുണ്ട്. പക്ഷെ ഇത് അതിനുള്ളൊരു 1% സാധ്യത പോലും കാണിക്കാത്ത കൊടും ക്രിമിനൽ, 1% പോലും സാധ്യത കാണിക്കാത്ത, മാത്രമല്ല അതിനകത്ത് കയറിയിട്ട് ജയിലിനകത്ത് എങ്ങനെ ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളെ സൃഷ്ടിക്കാം എന്ന് റിസർച്ച് നടത്തുന്ന സംഘം, ആ സംഘത്തിലെ അംഗം അദ്ദേഹത്തിന് ഇത്തരത്തിൽ പരോള് കൊടുക്കുക, എന്നിട്ട് അതിനെ അങ്ങ് ന്യായീകരിക്കുക. പി ജയരാജൻ തുടങ്ങി ഹസ്കർ വരെയുള്ളവർ തുടർച്ചയായി ന്യായീകരിക്കുക. നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കത്തില്ല, കാരണം അതില്ല. പക്ഷെ ഒന്നുണ്ട്, ഇത്തരത്തിലെ കൊടും ക്രിമിനലുകളെ നിങ്ങൾ എന്താ പറയുന്നത്, ജയിലിൽ വെച്ച് അവർക്ക് മൊത്തം അങ്ങ് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു, അവർ നാളെ മുതൽ ഗാന്ധിജിയുടെ കുഞ്ഞാടുകളായി മാറി, അല്ലെങ്കിൽ നാളെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വെള്ളരിപ്രാവുകളാകാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ചെയ്തികൾ, അവർ ജയിലിൽ പോയതിനു ശേഷം അവർ ചെയ്തിട്ടുള്ള ചെയ്തികളെ സംബന്ധിച്ച താങ്കൾ പറഞ്ഞത്, ജയിലിൽ കിടന്ന ആൾ പരോളിൽ ഇറങ്ങിയപ്പോഴും ജയിലിൽ കിടന്നുകൊണ്ടും 12ഓളം ക്രിമിനൽ കേസുകൾ പ്രതിയായപ്പോ അദ്ദേഹത്തിന് സ്വഭാവശുദ്ധി ഉണ്ടായി എന്നാ പറയുന്നത്. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പൊതുസമൂഹത്തോട്? താങ്കൾ ഒരു അഭിഭാഷകനല്ലേ? മൊത്തത്തിൽ പരിവർത്തനം ഉണ്ടായിരിക്കുന്നു. കഷ്ടം തന്നെ കേട്ടോ, കഷ്ടം. അപ്പോ അത്തരത്തിലൊരാളിനെ, കൊടും ക്രിമിനലിനെ, ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന് ഇത്തരത്തിൽ പരോൾ കൊടുക്കണമെങ്കിൽ ലോ ആൻഡ് ഓർഡർ നോക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്ലിയറൻസ് വേണം. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് പരോൾ നൽകാൻ പാടില്ല. പരോൾ നൽകാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ഇത്തരത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളാരും ഞെട്ടിപ്പോവും കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷൻ കേൾക്കുമ്പോൾ ഇതൊക്കെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണെന്ന് ഹസ്കറിനെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഈ മനുഷ്യാവകാശ കമ്മീഷൻ നിയമിക്കുന്നത് ഭരണപക്ഷങ്ങളുടെ ഭൂരിപക്ഷം അനുസരിച്ചാണെന്നും അവരുടെ തീരുമാനം അനുസരിച്ചാണെന്നും ഞാൻ താങ്കളെ പ്രത്യേകം പഠിപ്പിക്കേണ്ടതില്ലല്ലോ. അത്തരത്തിൽ ഒരു പരാതി എഴുതി വാങ്ങി ആ പരാതി സർക്കാരിലേക്ക് ഫോർവേഡ് ചെയ്ത് അവിടെ DGPയുടെ ഡിസ്ക്രിഷണറി പവേഴ്സ്, താങ്കൾ ഉപയോഗിച്ച വാക്കാണ് ഡിസ്ക്രിഷണറി പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പരോള് കൊടുക്കുന്നതിന്റെ അടിയന്തര സാഹചര്യം എന്ത്? അപ്പൊ താങ്കൾ പറഞ്ഞെന്താ, അദ്ദേഹത്തിന്റെ അമ്മ അവസാന കാലഘട്ടത്തിലാണ്, അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് മകനെ അവസാന നിമിഷം ഒന്ന് കാണണം എന്ന് ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കേണ്ടേ? അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലല്ലോ ജയിലിൽ കിടക്കുന്നത്. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ഇതുപോലെ തന്നെ KK രമ നമുക്കറിയാം, വിധവയാണ്. ആ വൈധവ്യം നിങ്ങൾ അടിച്ചേൽപ്പിച്ചതാണ്. ആ KK രമ നാളെ ഒരു പരാതി ഒരു പെറ്റീഷൻ എഴുതി കൊടുക്കുക, എന്റെ ഭർത്താവിനെ തിരിച്ചു തരണം. നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? ഏത് കമ്മീഷനാണ് കൊടുക്കാൻ കഴിയുന്നത്? ഏത് DGPക്കാണ് കൊടുക്കാൻ കഴിയുന്നത്? അപ്പോ വന്നിരുന്ന ന്യായം പറയാ, കൊടും ക്രിമിനലിനെ അമ്മയെ കാണാൻ പോലും അവരൊക്കെ ഈ ചെയ്തു കൂടിയപ്പോ ഇതൊന്നും ഓർത്തിരുന്നില്ല അല്ലേ? ആ വിധവയ്ക്ക് KK രമ അങ്ങനെ പറയേണ്ടി വന്നതിൽ അവർക്ക് വൈധവ്യം നൽകിയ നിങ്ങൾ അവരുടെ ഭർത്താവിനെ തിരിച്ചു കൊടുക്കുമോ? ആ TP ചന്ദ്രശേഖരന്റെ അമ്മയെ കുറിച്ച് അറിയാമോ? അവർക്ക് അവസാനമായി ഒന്ന് കാണാൻ പോലും ഇല്ലാത്ത രീതിയിൽ
ആ ടി.പി. ചന്ദ്രശേഖരനെ കൊത്തി അരിഞ്ഞപ്പോ ആ അമ്മയ്ക്ക് മകനെ തിരിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു നിങ്ങൾക്ക്? എന്നിട്ട് വന്നിരുന്ന് പറയാ ഈ കൊടും ക്രിമിനലിന് അമ്മയെ കാണാൻ പോണോന്ന്. ഇന്നലെ വേറൊരുത്തം പറയുന്നുണ്ട്, പിന്നെ എനിക്ക് ഏതാ പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട് എന്താ അവസാനം ചോദിക്കുമ്പോ എനിക്ക് പ്രായമായ അമ്മയുണ്ട്, എന്റെ മക്കളുണ്ട്, അവരെ ശുശ്രൂഷിക്കണം, മക്കളെ പഠിപ്പിക്കണം. യവനൊക്കെ ഈ കൊന്നു കൂട്ടിയപ്പോ കൊത്തി അരിഞ്ഞപ്പോ യവനൊന്നും ഇതൊന്നുമില്ലായിരുന്നോ? എന്നിട്ട് വന്നിരുന്ന അതിനെ കൂടെ അങ്ങ് ന്യായീകരിക്കുക. അസ്കർ, താങ്കൾ അഭിഭാഷകരല്ലേ? താങ്കൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളല്ലേ? ഒരു യാഥാർത്ഥ്യ ബോധത്തോട് സംസാരിക്കുന്നേ. ഈ കൊടും ക്രിമിനലുകളെ ഇങ്ങനെ അഴിച്ചുവിടാൻ അത് സർക്കാർ അതിൽ നിന്ന് എന്താ മെസ്സേജ് കൊടുക്കുന്നത്? എന്താ മെസ്സേജ് കൊടുക്കുന്നത്? നമ്മൾ എന്തിനാണ് ഇവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്? അപ്പോ നമ്മൾ അവരെ പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത്, അവരെ ജയിലിൽ അടയ്ക്കുന്നത്, അവർ വെറുക്കപ്പെടേണ്ടവരാണ്, അവരെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്, അവരെ പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തണം എന്ന ഉത്തമ ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരെ അവരുടെ ക്രിമിനൽ സ്വഭാവത്തിന്റെ പശ്ചാത്തലത്തിൽ അവരെ മാറ്റി നിർത്തുന്നത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് സർക്കാരിന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി, CPM-ന് വേണ്ടി വിടിപണി ചെയ്താൽ, അതിനുവേണ്ടി കൊലപാതകം നടത്തിയാൽ, അവർക്ക് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്താൽ അവരെ സംരക്ഷിക്കുമെന്ന് പറയുന്ന CPM-ഉം സർക്കാരും ഈ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് നിഷ? അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നുള്ളത് മാറ്റിയിട്ട് അഡ്വക്കേറ്റ് ഡോക്ടർ BN ഹസ്കർ എന്നാക്കിയിട്ട് അദ്ദേഹത്തിന് ഈ മാനസിക നിലയെ സംബന്ധിച്ച് പഠിക്കാനുള്ള പ്രത്യേകമായ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് മേടിച്ചുകൊണ്ടെങ്കിലും സർക്കാർ അത്തരത്തിലൊരു തീരുമാനമെടുക്കണം. കാരണം എന്താ പറയുന്നത്, മാനസാന്തരം സംഭവിക്കുന്നതിനുള്ള മാക്സിമം പീരീഡ് 6 വർഷമാണ് എന്ന് അദ്ദേഹം സ്ഥിരപ്പെടുത്തുന്ന സ്ഥിതിക്ക് ഇനി അതിനപ്പുറത്തേക്ക് പോകേണ്ടതില്ല. ഇത് എന്തൊക്കെയായി പറയുന്നത്? അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ തിരിച്ചു പറയട്ടെ. അദ്ദേഹം തന്നെയാണ് നമുക്ക് അടിക്കാൻ വടി തരുന്നത്. ഇവിടെ ഇത്തരത്തിൽ ഒരു ക്രിമിനൽ, ഒരു കൊടും ക്രിമിനൽ ജയിലിലായാൽ അദ്ദേഹത്തിന് പരോൾ അനുവദിക്കണമെങ്കിൽ ലോക്കൽ പോലീസിന്റെ റിപ്പോർട്ട് വേണം, പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ട് വേണം. എന്തിനാണ്? ഇദ്ദേഹം പുറത്തിറങ്ങിയാൽ അദ്ദേഹം വീണ്ടും ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുമോ, അല്ലെങ്കിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുള്ള കേസിലുള്ളവർ അദ്ദേഹത്തെ ആക്രമിക്കുമോ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷന് എന്തെങ്കിലും തരത്തിലുള്ള ഭംഗം ഉണ്ടാകുന്ന രീതിയിലുള്ള സാഹചര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഏരിയയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും അദ്ദേഹത്തിന് പരോൾ അനുവദിക്കാൻ റിപ്പോർട്ട് നൽകില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ ക്രമസമാധാന നില തകരാറിലാകും, അല്ലെങ്കിൽ അത് പോലീസിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ അത്തരത്തിൽ റിപ്പോർട്ട് നൽകുന്നത്. ഇവിടെ ഈ 2 റിപ്പോർട്ടും നെഗറ്റീവ് ആയിരിക്കെ എന്ത് വിവേചനാധികാരം എന്ന് പറയുമ്പോൾ വിവേചനാധികാരം നമുക്ക് മനസ്സിലാവും. ഇവിടെ എന്ത് വിവേചനാധികാരമാണ് ഇപ്പൊ കൊടുക്കാൻ ഇടയായ സാഹചര്യം? ആരാണ് ഈ കൊടിസുനി? ഞാൻ അത് തുടക്കത്തിൽ ചോദിച്ചു, അദ്ദേഹം എന്തോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോ, അത് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തോ? ഇവിടെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ വെട്ടി തുണ്ടമായി നുറുക്കിയിട്ട് വന്നിരുന്ന അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുക CPM-ന്റെ പ്രതിനിധിയായിട്ട് ഹസ്കറിനെ പോലുള്ളവർ. ഞാൻ അദ്ദേഹത്തെ ഇനി കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അദ്ദേഹം നന്നാവില്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അദ്ദേഹം പറയുന്നു P. ജയരാജനെ പൊഴുത്തുകയാണ്. പി ജയരാജനെ പാർട്ടിയിൽ ഒതുക്കിയത് ഞങ്ങളല്ല. ഇപ്പോഴത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പില്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹവും മത്സരിച്ചു, വേറെ 2 ജില്ലാ സെക്രട്ടറിമാരും മത്സരിച്ചു. ആ 2 ജില്ലാ സെക്രട്ടറിമാർക്ക് മത്സരിച്ച് തോറ്റു കഴിഞ്ഞ ശേഷം അവർക്ക് ആ ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു നൽകി. ഇദ്ദേഹത്തിനെ മത്സരിക്കുമ്പോൾ തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. ഞങ്ങളാണോ മാറ്റിയത്? അദ്ദേഹത്തെ P. ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തെ അന്ന് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിച്ചത്. അങ്ങനെ മത്സരിക്കാൻ അനുവദിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് ശ്രീ വാസവൻ മത്സരിച്ചത്, എറണാകുളത്ത് ശ്രീ രാജീവ് മത്സരിച്ചത്. അവർ 2 പേരും ജില്ലാ സെക്രട്ടറിമാരായിരുന്നു. അവരെ മാറ്റി നിർത്തിയെങ്കിൽ അവർ തോറ്റു കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു കൊടുത്തു. എന്തുകൊണ്ട് P. ജയരാജന് കൊടുത്തില്ല? ഇനി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പാട്ട് എഴുതിയതിന്റെ പേരിൽ അദ്ദേഹത്തിനെ പിന്നെ ഏതാണ്ട് എന്തോ മുക്ക് സഖാക്കൾ അവരെഴുതിയ പാട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദം നമുക്കറിയാം. എന്നാൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി ചെന്താരകം പാട്ടുമായി ബന്ധപ്പെട്ട വിവാദം നമുക്കറിയാം. മുഖ്യമന്ത്രിയെ പൂഴ്ത്തിക്കൊണ്ടിറക്കിയ പാട്ടറിയാം. അതൊക്കെ നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ്, ഞങ്ങൾക്ക് അതൊരു വിഷയമല്ല. ഇപ്പോ ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകളെ സർക്കാർ എന്തിന് ഒത്താശ ചെയ്യുന്നു, അവർക്ക് എന്തിന് പരോൾ അനുവദിക്കുന്നു അനധികൃതമായി. ഇതിവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇഷ ഒന്ന് നോക്കൂ, 2-3 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 1, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയം. 2, മറ്റൊരു ഗൃഹപ്രവേശവുമായി ബന്ധപ്പെട്ട് P. ജയരാജനും എം വി ജയരാജനും ഉൾപ്പെടെയുള്ളവർ ആ ഗൃഹപ്രവേശ സന്ദർഭത്തിലേക്ക് കടന്നു ചെല്ലുന്നത്, അവിടെ മറ്റു ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘത്തിൽപ്പെട്ട മറ്റ് ക്രിമിനലുകൾ ആ സ്ഥലത്തുണ്ടാകുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരെ തമ്മിൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല. 3-മത്തേത് നോക്കൂ, പെരിയ കേസുമായി ബന്ധപ്പെട്ട് CBI എൻക്വയറി ഉൾപ്പെടെ വരാതിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നമുക്കറിയാമല്ലോ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ നമ്മുടെ കുഞ്ഞനന്ദൻ, അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ട് പോലും ആ ശിക്ഷ നടപടി പോലും അംഗീകരിക്കാത്ത പാർട്ടി ഏറ്റവും അവസാനം നോക്കൂ, ഒരു MLA-യുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു അല്ലെ? കഞ്ചാവ് കേസ് പിടിക്കുമ്പോൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത് 90 ഗ്രാം കഞ്ചാവ് ഉണ്ടായിരുന്ന, പിന്നെ അത് 9 ഗ്രാമായി ചുരുങ്ങി.
ഇപ്പൊ എത്രയാണെന്ന് എനിക്കറിയില്ല, ഏതായാലും പിടിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്, FIR ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ പേരിൽ ആ ഉദ്യോഗസ്ഥനെ പോലും ട്രാൻസ്ഫർ ചെയ്തില്ലേ? ഞാൻ ചോദിക്കുന്ന ഈ 3-4 കേസുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കേസുകളിൽ സർക്കാരിന്റെ സമീപനത്തിലൂടെ സർക്കാർ നൽകുന്ന സന്ദേശം എന്താണ്? ക്രിമിനലുകളെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. എങ്ങനെയാണെങ്കിൽ അവർ CPM-ന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ അവരെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. അതിന്റെ മുകളിൽ പിന്നെ ആരും പറക്കാൻ പാടില്ല. പ്രൊമോഷൻ ട്രാൻസ്ഫേഴ്സ് ആണ് ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷൻ DPC കൂടിയതിനു ശേഷം പ്രൊമോഷൻ ഉണ്ടോ? അല്ല, DPC കൂടിയതിനു ശേഷം നടത്തിയിട്ടുള്ള പ്രൊമോഷൻ ട്രാൻസ്ഫർ ആണ്. നിങ്ങൾ പറയുന്നു 28-ാം തീയതി പ്രതിഭയുടെ MLA-യുടെ മകൻ കരീമിനെ അറസ്റ്റ് ചെയ്യുമെന്ന് കണ്ട് 24-ാം തീയതി ഒരുപക്ഷെ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വിചിത്രവാദം നിങ്ങളുടെ ഇടതുവിരുദ്ധതയുടെ ഭാഗമാണ്. DPC കൂടി അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഈ വർഷം 31-ന് മുമ്പ് അത് കംപ്ലൈ ചെയ്യപ്പെടണം. അല്ല, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് അതിന് മുകളിൽ പ്രൊമോഷൻ എങ്ങനെയാ കൊടുക്കുന്നത്? അതിന്റെ മുകളിൽ ഉള്ളത് കമ്മീഷണർ മാത്രമല്ലേ? അപ്പോ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ഗ്രേറ്റ് പ്രൊമോഷൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തോടൊപ്പം മറ്റു 18 ഉദ്യോഗസ്ഥരെയും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ജനറൽ ട്രാൻസ്ഫർ ആണത്. അത് 24-ാം തീയതിയാണ് ആ ഉത്തരവ് വന്നിരിക്കുന്നത്. അതാണ് ഏറ്റവും ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുക അദ്ദേഹത്തെ. അല്ലല്ല, ഒറ്റ മിനിറ്റ് ഹസ്കർ, ഞാൻ ചോദിക്കുന്നത് ഇവിടെ നിഷ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം തന്നെയാണ്. ഈ പറയുന്ന ജയരാജന് പ്രൊമോഷൻ ഇല്ല, അദ്ദേഹം ഇപ്പോൾ ഉള്ള പദവിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതാനും ഉദ്യോഗസ്ഥരെ മാത്രം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇത് ഈ വിഷയവുമായി ഈ വിവാദവുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് എന്താ ബോധ്യമില്ലേ? ഞങ്ങൾക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ? ഞങ്ങൾക്ക് കഴിവില്ലാഞ്ഞിട്ടാണോ? എന്തിനാ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അദ്ദേഹത്തിന് പ്രൊമോഷൻ ഇപ്പോൾ ഈ ട്രാൻസ്ഫർ ഓർഡറിൽ അദ്ദേഹത്തിന് പ്രൊമോഷൻ ഉണ്ടോ? ഇല്ല. താങ്കൾ തന്നെ സമ്മതിക്കുന്നു ഇല്ല എന്ന്. ഇനി താങ്കൾ പറയുന്നു പിന്നെ പ്രതിഭയുടെ മകൻ ഉണ്ടായിരുന്നു, വേറെ ഒരാളുടെ കൈവശത്ത് നിന്നാണ് കഞ്ചാവ് പിടിച്ചതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ കേസിൽ FIR ഇട്ട് ആ കേസിൽ ഒരു MLA-യുടെ മകനെ മനഃപൂർവ്വമായി പ്രതിയാക്കിയിട്ടുണ്ടെങ്കിൽ ഏത് ഉദ്യോഗസ്ഥനായാലും ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കണ്ടേ? ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണ്ടേ? സസ്പെൻഡ് ചെയ്തോ? എന്താ സസ്പെൻഡ് ചെയ്യാത്തത്? ഒരു MLA-യുടെ മകനെ അകാരണമായി കഞ്ചാവ് കേസിൽ പ്രതിയാക്കിയെങ്കിൽ ഈ സർക്കാരിന് ആർജവം വേണ്ടേ? ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കാൻ എന്താ നിങ്ങൾക്ക് ആർജവമില്ലാത്തത്? വെറുതെ പറ്റിക്കാൻ നടക്കരുതേ. വസ്തുത വളരെ ക്ലിയർ ആണ്. 90 ഗ്രാം കഞ്ചാവും ആ കഞ്ചാവ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോ അവരൊന്നിച്ചിരുന്ന് ഈ പറയുന്ന സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്നിരുന്ന് ഒരു പാലത്തിനടിയിൽ നിന്ന് ഉത്തരവുകളാണ്. ആ ട്രാൻസ്ഫർ ഉത്തരവിൽ അദ്ദേഹം വർഷാവസാനത്തിന് മുൻപ് ഒപ്പിടേണ്ടതാണ്. ശ്രീ ചാമക്കാല, ഞാൻ ആ വിഷയത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ശ്രീ അദ്ദേഹത്തിന് പ്രൊമോഷൻ ഇല്ല, അത് വസ്തുതയാണ്. പ്രൊമോഷൻ ട്രാൻസ്ഫർ അതങ്ങനെയല്ല എന്ന് തെളിയിക്കാനുള്ള വസ്തുതകൾ തൽക്കാലം എന്റെ പക്കലില്ല. മന്ത്രിക്ക് പറയാം, തെളിയിക്കാൻ കഴിയില്ലല്ലോ. അഡ്വക്കേറ്റ് ഹസ്കർ, ഞാൻ ചോദിച്ചത് മന്ത്രിക്ക് അത് പറഞ്ഞില്ല പറ്റൂ, പറയട്ടെ. കുറ്റവാളിയായി പോയി, പക്ഷെ അവരുടെ കുടുംബക്കാർ എന്ത് ചെയ്തു? അതുകൊണ്ട് ഗൃഹപ്രവേശ ചടങ്ങിലും കല്യാണത്തിലും ഒക്കെ പങ്കെടുക്കുന്നതിൽ എന്ത് തെറ്റെന്നാ? അതെ, നല്ല ന്യായീകരണമാണെന്നേ. അവിടെ കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെയാണ്? ഞാൻ അത് തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ആരൊക്കെയാണ് അവിടെ കൂടെ ഉണ്ടായിരുന്നത്? അവിടെ ഒരു ഗൃഹപ്രവേശ ചടങ്ങിൽ പോകുന്നു. ഇപ്പൊ പറഞ്ഞല്ലോ മാനസാന്തരം സംഭവിക്കുന്നതിനെ കുറിച്ചാണ്. അവിടെ ചെന്നിട്ടുള്ളത് ബാക്കി ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള കൂട്ടാളികളായ കൊടുംക്രിമിനലുകളാണ്. അവരുടെ പ്രസൻസിൽ ആരൊക്കെ ചേർന്നാണ് ഇത് പിന്നെ ഗൃഹപ്രവേശം നടത്തുന്നത്? MV ജയരാജൻ, P ജയരാജൻ, അദ്ദേഹം പിന്നെ EP ജയരാജൻ പിന്നെ ഇപ്പൊ BJP-കാരുടെ തന്നെ പോകത്തുള്ളായിരിക്കും, എനിക്കറിയത്തില്ല. MV ജയരാജൻ, P ജയരാജൻ, ഒപ്പം ഈ പറയുന്ന ഷാഫി, ആരാണ് കൊടിസുനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷാഫി ഉൾപ്പെടെയുള്ള ക്രിമിനലുകൾ ചേർന്നുകൊണ്ടാണ് അവിടെ ഉദ്ഘാടനം നടത്തുന്നത്, ഈ ഗൃഹപ്രവേശ ചടങ്ങ് നടത്തുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ പാർട്ടി നേതാക്കന്മാരാരാണ്, ക്രിമിനലുകൾ ആരാണ് എന്ന് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇവർ ഇണചേർന്ന് കിടക്കുന്നു, ഇഴുകിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ അവിടെ അതാണ് കേരളീയ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയവും. ക്രിമിനലുകളും പാർട്ടിയും തമ്മിലുള്ള ആത്മബന്ധം, പാർട്ടിക്ക് വേണ്ടി കൊല നടത്തുന്നവർ, അവർക്ക് പിന്നെ എന്ത് സൗകര്യവും ചെയ്തു കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറാകുന്നു, പാർട്ടി തയ്യാറാകുന്നു. നമുക്കറിയാമല്ലോ, ജയിലിൽ കിടന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പിന്നെ സ്വർണം പൊട്ടിക്കൽ കേസും സ്വർണ്ണ കച്ചവടവും അതുപോലെ നടത്തിയിട്ടുള്ള ക്രിമിനൽ കേസുകളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതുൾപ്പെടെ നിരവധി കാര്യങ്ങൾ അവരുടെ ആജ്ഞാനുവർത്തികളായി, ഈ ക്രിമിനലുകളുടെ ആജ്ഞാനുവർത്തികളായി CPM-ന്റെ നേതാക്കന്മാർ മാറേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ്?
അവരെ ഉപയോഗിച്ച് പാർട്ടിക്ക് ഈ സമൂഹത്തിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ പാർട്ടി നടത്തിയിട്ടുണ്ട്, പാർട്ടി നേതാക്കന്മാർ നടത്തിയിട്ടുണ്ട്, കൊള്ളയും കൊലയും നടത്തിയിട്ടുണ്ട്. ആ കൊള്ളയും കൊലയും നടത്തിയവർ പലതും വിളിച്ചു പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് വിധേയരായി ഇത്ര കൊമ്പും തുമ്പികയും ഒക്കെ ഉള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ ചെന്ന് ഈ കൊടും ക്രിമിനലുകളുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നത് അവരുടെ പൂർവ്വകാല ചരിത്രവും പൂർവ്വകാല ബന്ധവുമാണ്. CPM-ന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി കൊള്ളയും കൊലയും ചെയ്തിട്ടുള്ള ഈ ക്രിമിനലുകളെ അവരെ കൂടെ കൂട്ടിയില്ലെങ്കിൽ അവർ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഈ നേതൃത്വത്തെയും സർക്കാരിനെയും പാർട്ടിയെയും ഉപയോഗിച്ചുകൊണ്ട് അവർ തുടർന്നും ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്.